ഇതൊരു പരമ്പരാഗതമായ പ്രാർത്ഥനയാണ്. ഈശോമിശിഹാ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളുടെ യോഗ്യരാകുവാൻ സഭ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പം ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് നമുക്കറിയാം, ഉടമ്പടിയുടെ ബേസ്മെൻ്റ് എന്താണ്? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇറ്റ് ഈസ് ഇംപ്ലിസിറ്റ് ദെയർ, ദ കവനൻ്റ് ഈസ് ഇംപ്ലിസിറ്റ് ദെയർ. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി പ്രകാരമാണ് നമുക്ക് വാഗ്ദാനങ്ങൾ ദൈവം അഡ്രസ്സ് ചെയ്യണത്. ഉടമ്പടി പുറത്ത് വാഗ്ദാനങ്ങളെ അഡ്രസ്സ് ചെയ്യത്തില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനം നമുക്ക് പ്രാപിക്കാനുള്ള ഒരു ഡിവൈൻ മെക്കാനിസം, യുണീക്ക് ആൻഡ് സോൾ ഡിവൈൻ മെക്കാനിസമാണ് കവനൻ്റ്. വാഗ്ദാനം പ്രാപിക്കാനുള്ള ആരുടെ വാഗ്ദാനമാണ്? ഈശോമിശിഹായുടെ വാഗ്ദാനം. ഈശോമിശിഹായുടെ എത്ര വാഗ്ദാനം കാണുമായിരിക്കും? ഞാൻ ഈ ഗൂഗിളൊക്കെ ഇടയ്ക്ക് സെർച്ച് ചെയ്യുമ്പോൾ എത്ര വാഗ്ദാനം ഉണ്ടെന്ന് നോക്കിയിട്ടുണ്ട്. ഒത്തിരിയേറെ ദൈവശാസ്ത്രജ്ഞന്മാർ വ്യത്യസ്തമായ എണ്ണമാണ് പറയണത്. ഏറ്റവും ടോപ്പ് പറയണത് 8810 ഹോൾ ബൈബിളിൽ മനുഷ്യരാശിക്ക് ദൈവം 8810 വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് ഓൾ സബ്ജക്റ്റ് ഡീൽ ചെയ്യുന്നുണ്ട് മനുഷ്യരാശിയുടെ. ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ഇന്നും നാളെയും ഇനി നിത്യമായ കാലങ്ങളിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകാവുന്ന സർവൈവിങ്, ഉപജീവനത്തിനും അതിജീവനത്തിനും ആവശ്യമായ അനുധാരികൾക്കാണ് ഈ ദൈവം വാഗ്ദാനം കൊടുക്കുന്നത്. ഉപജീവനത്തിന് കൊടുക്കും, അതിജീവനത്തിന് കൊടുക്കും. ഒരു ബയോ യൂണിറ്റ്, മനുഷ്യൻ, മൃഗം, എന്ത് സംഭവമായാലും ഈ ഭൂമിക്ക് മുകളിൽ സർവൈവ് ചെയ്യണ്ടേ? അതിന് ദൈവം കൊടുക്കുന്ന സപ്പോർട്ടാണ്, സർവൈവിങ് സപ്പോർട്ട് ആണ് പ്രോമിസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഓരോരോ ആ ടൈം വരുമ്പോഴേ, അതിൻ്റെ ഒരു സമയം എപ്പോഴാണ് ഓരോ ഇന്നത്തെ വിഷയമായിരിക്കത്തില്ല നാളെ വരാൻ പോണത്. ഇന്ന് നിങ്ങൾ ദൈവദൃശ്യത്തിന് ഉന്നയിക്കുന്ന കാര്യമായിരിക്കത്തില്ല അടുത്ത കൊല്ലം ഉന്നയിക്കുന്നത്, അത് വേറെ വിഷയമാണ്. അപ്പോൾ അതിന് വേറെ വാഗ്ദാനം ഉണ്ടാകും. ഇപ്പോൾ ബൈബിളിലെ ഏറ്റവും ശക്തമായ വാഗ്ദാനങ്ങളൊന്നാണ് ഐ വിൽ റിസ്റ്റോർ യു, ഞാൻ നിന്നെ പുനരുദ്ധരിക്കുമെന്നുള്ളത്. കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിലൊന്നാണ് ഞാൻ നിന്നെ പുനരുദ്ധരിക്കാം. കാര്യം ഇങ്ങനെ പറയാൻ കാര്യം, ഈ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യമുണ്ടായി, നല്ല സാക്ഷ്യമാണ്. പുനരുദ്ധരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് പുനരുദ്ധാരണം നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സംഭവമാണ്. കാരണം സാമ്പത്തിക കടങ്ങൾ വരാം, ചിലപ്പോൾ നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചു പോകുന്നതെല്ലാം റിസ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വാഗ്ദാനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നീ ഒരു കടത്തിലാണെങ്കിൽ നിൻ്റെ മുമ്പിൽ ചിലപ്പോൾ ചിലർ ചോദിക്കുമ്പോൾ ചേട്ടാ ഈ വല്ല മാർഗവും ഉണ്ടോ ഈ കടങ്ങളെ എൻ്റെ ചതിങ്ങനെ കൈമലത്തും. ഇത്രയും വലിയ കടം വരുമ്പോൾ ഞാൻ ചോദിക്കും, ഇത് എന്ത് മീൻസ് വല്ലതും ഉണ്ടോ ഇത് പരിഹരിക്കുക? വീട്, പറമ്പ്, ഗോൾഡ്, അല്ലെങ്കിൽ വേറെ ആൾക്കാർ തരാനുള്ളത്, ലോൺ, എന്തെങ്കിലും മീൻസ് ഉണ്ടോ എന്ന് പറയുമ്പോൾ കൈമലത്തിയാൽ പിന്നെ ഈസിയാണ്. എന്നുവെച്ചാൽ സീറോ മീൻസ് എന്ന് എൻ്റെ അർത്ഥം അല്ലേ? നമുക്ക് കഴിവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം നമുക്ക് സീറോ മീൻസ്, നോബഡി ടു ഹെൽപ്പ് അസ്. മനുഷ്യനില്ല, ആളില്ല, അർത്ഥമില്ല, ഒന്നുമില്ല, ഒരു ഐഡിയ പോലും ഇല്ല, ആശയം പോലും ഇല്ല. ആളില്ല, അർത്ഥമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആശയവുമില്ല. അതിനാണ് ഇവർ കൈമലത്തുന്നത്. ഇങ്ങനെ കൈമലത്തിയാലും ബൈബിള് അവനെ റീസ്റ്റോർ ചെയ്യാനുള്ള പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. അതാണ് വാഗ്ദാനം എന്ന് പറയണത്. വാഗ്ദാനം അങ്ങനെ ഒരു സാക്ഷ്യമാണ് ഇപ്പം ഇന്ന് ഈ ദിവസങ്ങളിലൂടെ ഉണ്ട്. ഡിക്സൺ അദ്ദേഹത്തിന് ഈ ഗൾഫിൽ ജോലിയാണ്. പക്ഷേ ഒരു കുഴപ്പം, അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ആരോ തട്ടിപ്പ് നടത്തി. ഇപ്പം നമുക്ക് എല്ലാം ഭംഗിയായിട്ടൊക്കെ പോകത്തില്ലേ?
പോയാലും നമ്മളെപ്പോഴും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇപ്പോൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ചില സമയത്ത് പറ്റുന്നൊരു അബദ്ധം എന്താണെന്നറിയാമോ? ഈ ഗ്രീൻ പീരീഡ്സ് ഇല്ലേ, കാര്യങ്ങളെല്ലാം നല്ല കുഴപ്പമില്ലാതെ പോണ സമയത്ത് നിങ്ങൾ പിന്നീട് അമ്യൂസിങ് മൂഡിലായി പോകും. സിനിമ, പാട്ട്, വെള്ളവടി, അല്ലേ, വീഡിയോ ഗെയിംസ്, നിങ്ങളുടെ കാര്യങ്ങളല്ലേ. ഇപ്പോൾ തന്നെ ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞ് ലീവായി കഴിഞ്ഞാൽ പിന്നെ എന്തായി? ചില പിള്ളേരൊക്കെ പിന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വീഡിയോയ്ക്ക് വേണ്ടി കാട്ടിപ്പോകുന്നവരുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ അമ്യൂസ്മെൻറ്റാണ്. നമ്മൾ ഫ്രീ ആയി കഴിഞ്ഞാൽ നമ്മൾ ഓരോ സന്തോഷത്തിൻ്റെ പുതിയ മേഖലകളെ കണ്ടെത്തി അതിൻ്റെ പുറകെ പോകും. നമുക്ക് സന്തോഷം തരാത്തൊരു സാധനം പ്രാർത്ഥനയാണ്. ദൈവികമായ കാര്യങ്ങളാണ് സന്തോഷം തരാത്തത്. അപ്പം തന്നെ മനുഷ്യൻ ബേസിക്കായിട്ട് ദൈവികനല്ല എന്ന് നമുക്കറിയണം. കാര്യം നമ്മൾ ഒരു ആധ്യാത്മികത എന്ന് പറയുമ്പോൾ ഒഴുക്കിനെതിരെ നീന്തണതാണത്. നിങ്ങൾക്കറിയാമോ, ഇനി ജീവനില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ആധ്യാത്മികത ഭയങ്കര പാടായിരിക്കും. ജീവനില്ലാത്ത ആൾക്കാർക്ക് പക്ഷേ എന്താ പ്രശ്നം? ഇപ്പോൾ ഒരു മത്സ്യം ചത്ത് കിടക്കണമെങ്കിൽ അത് ഒഴുക്കിൻ്റെ കൂടെ അങ്ങോട്ട് പോകും. ജീവനുള്ളതാണെങ്കിൽ അത് എതിരെ തന്നെ കാണാം, ഇങ്ങനെ അല്ലേ, എതിരെ വരും. ജീവൻ്റെ ഈ ആധ്യാത്മികത എന്ന് പറയുന്നത് ജീവനുള്ളതിൻ്റെ ലക്ഷ്യമാണ്. അതിങ്ങനെ ശരീരത്തിൻ്റെ പ്രവണതകൾക്കെതിരെ വരും. ഇപ്പം ശരീരത്തിൻ്റെ പ്രവണത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്വല്പം ലെഷർ ടൈം കിട്ടിയാൽ ഉടനെ കൂട്ടുകാരെ കണ്ടാൽ ഉടനെ വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കണില്ലേ സാധാരണ. അപ്പോൾ അവർ വെള്ളം വീശാൻ വേണ്ടിയുള്ള ഉദ്ദേശമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അല്പം ടൈം കിട്ടിയാൽ എങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു പോകാമെന്നാണ് മനുഷ്യൻ സ്വാഭാവികമായിട്ട്. ജഡിക മനുഷ്യൻ ബൈബിൾ അതുകൊണ്ടാണ് മനുഷ്യൻ രണ്ടായിട്ട് തിരിക്കുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ജഡിക മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയുമില്ല. അപ്പോൾ മനുഷ്യരെ രണ്ടായിട്ട് തിരിക്കുകയാണ്. അപ്പം നീ ഏത് വർഗത്തിൽപ്പെടുന്നതെന്ന് നോക്കണം. ആത്മീയ മനുഷ്യനും ജഡിക മനുഷ്യനും. ശരീരത്തിന് കുറേയധികം പ്രവണതകളുണ്ട്. ഇപ്പോൾ നോൻപ് തീരാൻ പോകുകയല്ലേ, നോൻപ് തീരാൻ പോന്നിട്ട് നോൻപാണെന്നറിയാൻ പാടില്ലാത്ത മനുഷ്യരാണ്. നോൻപ് തീരാൻ പോകുകയാണ്, ഇപ്പോഴും നോൻപാണെന്ന് അറിയാത്ത മനുഷ്യരില്ലേ, അതാണ് ജഡിക മനുഷ്യരെന്ന് പറയണത്. അവരെന്താ ചെയ്യണത്? അവർ ശരീരത്തിൻ്റെ പ്രവണത അനുസരിച്ചാണ് ജീവിക്കുന്നത്. ഇപ്പം ശരിക്കും ഭാര്യാഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നോൻപ് കാലത്ത് ശാരീരിക സംയമനം പാലിക്കേണ്ടതായിരുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അതെന്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ബേസിക്കായിട്ട് നമ്മൾ ബൈബിൾ പറയണത് ബേസിക്കായിട്ട് നമ്മൾ ശരീരത്തിൻ്റെ പ്രവണത അനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥരല്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശരീരത്തിൻ്റെ പ്രവണത. ശ്രുതികട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലേഖനം 8-ാം അധ്യായം 12-ാം വാക്യം. ആകയാൽ സഹോദരങ്ങളെ ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. എപ്പോഴും നമ്മൾക്ക് ഇപ്പം നോൻപ് കഴിഞ്ഞാലും എൻ്റെ മക്കളുടെ മനസ്സിലുണ്ടാകണം ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ അതിജീവിക്കാനുള്ള. അതെന്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആത്മാഭിഷേക മേഖലയിൽ കുറേ അധികം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാകണം. ആത്മാഭിഷേകത്തിൻ്റെ മേഖലയിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് വിഷയം ഉണ്ടായാലും ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവായ ദൈവമേ ഉടമ്പടി ജീവിതത്തിലൂടെ ഞങ്ങളെ അങ്ങയുടെ സ്നേഹത്തോടെ ഒട്ടി നിർത്താൻ കനിയണമേ. ഇപ്പം ബൈബിൾ എപ്പോഴും പറയുന്നത് സ്നേഹത്തോട് ഒട്ടി നിൽക്കണമെന്നാണ്.
ഇപ്പം ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ, ഇപ്പം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഭാര്യാഭർത്താക്കന്മാർക്ക് ശാരീരികമായ അവകാശങ്ങളുണ്ട്. പക്ഷേ നോൻപ് കാലത്ത് നിങ്ങളൊരു സംയമനം പാലിക്കണമെങ്കിൽ അത് എന്തിൻ്റെ ബേസിലായിരിക്കും? ദൈവസ്നേഹത്തിൻ്റെ ബേസിലായിരിക്കും. നമ്മൾ പണ്ടൊക്കെ ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ട് നമ്മുടെ ഒരു ആശയടക്കം, ഒരു ആത്മസംയമനം, അത് എന്തിനാന്ന് തരാം? അത് കർത്താവിനുള്ള സ്നേഹമാണ്. എന്തെങ്കിലും എൻ്റെ സഹോദരങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ, ആനുകൂല്യങ്ങൾ ഞാൻ തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെക്കുമെന്ന് വെച്ചാൽ ഇറ്റ് മസ്റ്റ് ബി ഔട്ട് ഓഫ് ലവ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ജഡത്തിന്റെ അവകാശങ്ങളെ തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെക്കുകയും ആത്മസംയമനവും പുണ്യപ്രവൃത്തികളും വഴി ആത്മാവിനെ പുണ്യപൂർവ്വമാക്കാൻ എന്റെ സ്നേഹത്തോടൊട്ട് നിൽക്കാൻ എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വരുന്ന ഇപ്പം ക്ഷമിക്കാൻ ഒരവസരം കിട്ടിയാൽ നമ്മളത് പ്രയോജനപ്പെടുത്തണം. പക്ഷേ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾ നോക്കണം. നമ്മളുടെ റിലേഷൻ ഒരു അബൈഡിങ് റിലേഷനാണ്. കവനൻറ്റിൻ്റെ ഒരു റിലേഷൻ, ഉടമ്പടിയുടെ ഒരു ബന്ധമെന്ന് പറയുന്നത് ദൈവമായിട്ട് ഒരുമിച്ച് കൂടി വസിപ്പ് സാധ്യമുള്ള ഒരു ബന്ധമാണ്. കൂടി വസിപ്പ് നമുക്ക് നൊവേന കൂടിയാൽ കൂടി വസിപ്പൊന്നും ഉണ്ടാകത്തില്ല. സാധാരണ സിംഗിൾ എഡ്ജ് പ്രയറിനൊക്കെ ഉള്ള കുഴപ്പമാണ്. ഇത് ഡബിൾ എഡ്ജ് പ്രയർ ആകുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു പ്രോമിസ് കൂടി വസിപ്പാണ്. ഉടമ്പടി കറക്റ്റാണെങ്കിൽ കൂടി വസിപ്പുണ്ടാകും. ഇപ്പോൾ തന്നെ ഞാൻ ഡിക്സൻ്റെ കഥ പറയാൻ പോയി. അപ്പോൾ കർത്താവ് വേറെ വചനം തന്നതുകൊണ്ട് അങ്ങോട്ട് പോയതാണ്. ഇപ്പം തിരിച്ചു വരിക. എന്താ ഡിക്സൻ്റെ പ്രോബ്ലം വെച്ചാൽ അയാളുടെ കമ്പനി ഒരു ഫ്രോഡ് പരിപാടി തട്ടിപ്പ് നടത്തിയവർ അപ്പം തന്നെ അവർ രാജ്യം വിട്ടുപോയി. പക്ഷേ ഇവരെ പിടിച്ചു. ഡിക്സനെ 7 പേരെയും പിടിച്ചു. 7 പേരെയും പിടിച്ച് മാത്രമല്ല, അവരെ കമ്പനി സസ്പെൻഡ് ചെയ്തു. പിന്നെ അന്വേഷണ വിധേയമായി അവരെ ഡിസ്മിസ് ചെയ്തു, ജയിലിലാക്കി. നോക്കിയേ, ഒരു മനുഷ്യൻ്റെ ജീവിതം നേരെ താഴേക്ക് വന്നെ കണ്ടില്ലേ? അപ്പോൾ അവർ ജയിലിലായി കഴിയുമ്പോൾ ഉടമ്പടി അവരത് സസ്പെൻഡ് ചെയ്തപ്പോൾ തന്നെ ഇവർ ഉടമ്പടി എടുത്ത്. എന്തുടമ്പടി? ഓൺലൈൻ ഉടമ്പടി. അകലെയുള്ളവർക്ക് വേണ്ടി മാതാവ് തന്ന ഒരു ഏറ്റവും വലിയൊരു പാലമാണ് ഓൺലൈൻ ഉടമ്പടി. കാര്യം അവർക്ക് നാട്ടിൽ വരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തെങ്കിലും ഡിക്സൺ കൃത്യമായിട്ട് ചൊവ്വാഴ്ച ധ്യാനം കൃത്യമായിട്ട് കൂടും. ആൾ തട്ടിപ്പിൽ പെട്ട് ഫ്രോഡായിട്ട് പിടിച്ച് അങ്ങനെ സസ്പെൻഷനിലായി, ജോലി പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് വിഷമിക്കുന്നുണ്ട്. കാര്യം പിള്ളേരൊക്കെ ഓരോരുത്തരും എത്തിയിട്ടില്ല. ജോലി പോയി, ശമ്പളം പോയി. അപ്പോൾ തന്നെ പിന്നീട് കേസുമായി ഇപ്പോൾ സസ്പെൻഷനിലായിരിക്കുകയാണ്. സസ്പെൻഷനിലാകുമ്പോഴാണ് ഈ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. പണ്ടൊക്കെ എന്നോട് ചിലർ ചോദിക്കുമായിരുന്നു, അച്ഛാ ഓൺലൈൻ ഉടമ്പടി ഞങ്ങൾ അവിടെ വന്ന് എടുക്കുന്ന അത്രയും ശരിയാകുമോ? ഞാൻ പറയും, നേർച്ച വസ്തു മാത്രമേ കിട്ടാതുള്ളൂ, ബാക്കിയെല്ലാം ഓൺലൈൻ ഉടമ്പടിയുടെ സെയിമാണ്. പിന്നെ സഹായിക്കേണ്ടത് ആരാണ്? നേർച്ച വസ്തു അല്ലല്ലോ, ദൈവമല്ലേ. ക്ലിയർ അല്ലേ? അപ്പം ഞങ്ങൾക്ക് അന്ന് കോവിഡ് കാലത്താണ് അമ്മ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞത്. പിന്നെ ഇന്നെല്ലാം മനുഷ്യൻ ഇതുമാത്രം ഓൺലൈൻ ഉടമ്പടി എടുത്ത സാക്ഷ്യങ്ങളാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്താ പറഞ്ഞാൽ നിങ്ങൾ വരാൻ പറ്റുന്നവർ എടുക്കരുത് കേട്ടോ. വരാൻ എടുക്കുന്നവർക്ക് നല്ല തീർത്ഥാടന ഉടമ്പടി തന്നെയാണ്. വരാൻ പറ്റാത്തവർക്കാണ് ഈ ഉടമ്പടി അമ്മ തന്നിരിക്കുന്നത്. ലൈറ്റേക്കാൻ്റെ പെർ റിക്വസ്റ്റാണ് ആദ്യം തന്നത്. അതിനപ്പോഴാണ് ഓൺലൈൻ ഉടമ്പടി തന്നത്. അപ്പോൾ ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് കൃത്യമായിട്ട് വൈഫ് നാട്ടിൽ ഓൺലൈൻ ഉടമ്പടിയുടെ എല്ലാം പാലിക്കുന്നുണ്ട്. ഡിക്സന് പാലിക്കാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ, അരമണിക്കൂർ വചനം വായിക്കുക, വചനം കേൾക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. വൈഫ് വിശുദ്ധീകരിച്ച് മക്കളുമായിട്ട് നാട്ടിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ സെറ്റപ്പാണിത്. ശരിക്കും പറഞ്ഞാൽ ഒരു തകർച്ച വന്നാലും അവർ ഓൺലൈനിൻ്റെ ഒരു റോപ്പിൽ കെട്ടിയിട്ടിരിക്കണം മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി. പക്ഷേ അതിനുശേഷം പിന്നെ സംഭവിക്കണം എന്താണ്? ഈ വിശ്വാസമുള്ളവർക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ എന്താ സംഭവിക്കണത്? പിന്നെ അതിനേക്കാൾ മോശം, ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ അയാൾ ജയിലിലായിപ്പോയി. അതാണ് പ്രശ്നം. ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ നേരത്തെ സസ്പെൻഷനേ ഉണ്ടായുള്ളൂ. ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ
ജയിലിലായി കഴിഞ്ഞാൽ അവസ്ഥ അറിയാമല്ലോ. പിന്നെ കോടതിയിൽ പോകണം, കോടതിയിൽ അത് നമ്മൾ തെളിയിക്കണം. അതിന് വലിയ വക്കീൽ ഫീസൊക്കെ ആകും, ഭയങ്കര പ്രശ്നമാണ്. ചിലപ്പോൾ അവിടുന്ന് ജീവപര്യന്തരം 7 വർഷം കിടക്കേണ്ടി വരും. ആ സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ വലുതാവും, വീടെല്ലാം കടം കയറി മുടിയും, നശിച്ച് നാറാണക്കല്ല് പറിക്കും. പെട്ടെന്നാണ് ഇങ്ങനെ അയാൾ പറയുന്നുണ്ട്, ജോബിനെപ്പോലെ ആയിപ്പോയെന്ന്. ഞാൻ പെട്ടെന്ന് അയാൾ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, ജോബിനെപ്പോലെ ആയിപ്പോയെന്ന്. നമ്മൾ ജോബിൻ്റെ കഥ കേട്ടിട്ടേ ഉള്ളല്ലേ. പക്ഷേ അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. പക്ഷേ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇരുട്ടിൻ്റെയും മുറിവിൻ്റെയും ചോരയുടെ ഇടക്ക് ആ മനുഷ്യൻ ഉടമ്പടി കീപ്പ് ചെയ്തു പോവുകയാണ്. നമ്മൾ ഉടമ്പടി എടുക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. എടുക്കുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് കീപ്പ് ചെയ്ത് പോണത്. പലർക്കും എനിക്ക് വന്നിരിക്കുന്നത് എല്ലാവരും വന്ന് ഉടമ്പടി എടുക്കും, പക്ഷെ കീപ്പ് ചെയ്യുമ്പോൾ അവരവരുടെ ഒരു പ്രകൃതിയിലാണത് ചെയ്യണത്. ചിലർക്കൊരു പ്രകൃതി ഉണ്ടാകത്തില്ലേ. ചില ആൾക്കാരുടെ ശരീരം ചൂടാണ്. ഇപ്പം എന്നെ ചുമ്മാ ഷെയ്ക്കാൻ തന്നാൽ തന്നെ നിങ്ങൾ കത്തും, പക്ഷേ ബോഡി ചൂടാണ്. ചില ആൾക്കാർക്ക് അച്ഛന് വല്ല കുഴപ്പമുണ്ടാകും, ഞാൻ ഒരു കുഴപ്പമില്ല, കുഞ്ഞുനാൾ മുതൽ ബോഡി ചൂടാണ്. അവിടെ പ്രകൃതമാണത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്രകൃതമുണ്ട്. ചിലർക്ക് എല്ലാം പകുതി ചെയ്യേണ്ട സ്വഭാവമായിരിക്കും. നിങ്ങൾ എല്ലാം ചെയ്യും അവർ, പക്ഷെ പകുതി ചെയ്യും. എല്ലാം പഠിക്കും, പകുതി പഠിക്കും, പിന്നെ അവരുടെ കളിക്കാൻ പോകും. എല്ലാം ചെയ്യണത്. ഇപ്പോൾ ഉടുപ്പ് ഇസ്തിരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്, ശരി, നമുക്ക് പാൻസ് കൊണ്ട് ഷർട്ട് കൊണ്ട് ഇസ്തിരി ഇടാൻ അത് തന്നെ ഈസിയായി, അതിൻ്റെ മടിയന്മാരാണെങ്കിൽ ഈസി ആയിട്ടുള്ള സാധനം ആദ്യം തന്നെ ഷർട്ട് ഇസ്തിരി ഇടും. ആൾക്കാർ കാണുന്ന ഷർട്ടാണല്ലോ, പാൻസ് ഇട്ട് ആരും നോക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഷർട്ട് ഇസ്തിരി ഇടും. ഇസ്തിരി ഇട്ടും പാൻസ് അവിടെ ഇരിപ്പുണ്ടാകും, അത് ഇടില്ല, അത് പിന്നെ ഇടാമെന്ന് പറയും. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. അവരുദ്ദേശിക്കുന്നത് എന്താണ്? ഒരു പാൻസ് ഇട്ടിട്ടുണ്ടല്ല, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, പുതിയ ഷർട്ട് പുതുതാക്കാവുന്നത്. ഇതൊരു മെൻറ്റാലിറ്റിയാണ്, മനുഷ്യൻ്റെ പെരുമാറ്റത്തിലുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. പകുതി ഇട്ട് ആൾക്കാരുടെ കണ്ണിൽ പൊടി ഇട്ടിട്ട് നടക്കും. ഇതാണ് നിങ്ങളുടെ സ്വഭാവമെങ്കിൽ ഉടമ്പടിയിൽ അത് തന്നെ ആ ഫോർമാറ്റ് കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പെരുമാറ്റവും ബിഹേവിയറിസവും കവനൻ്റെ ഒരു സബ്ജക്റ്റാണ് ശരിക്കും. ഇങ്ങനെ പകുതി ഇട്ട് കളയുന്ന ആൾക്കാരാണ് അത് പിന്നെ ചെയ്യാം. ഇപ്പോൾ ഉറക്കം വന്നതൊക്കെ പറയത്തില്ലേ, ഇപ്പോൾ ഉറക്കം വന്നതല്ലേ, ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഉറക്കം വന്നുള്ളൂ ആ സമയത്ത്. പക്ഷെ അവർ സിനിമ കാണിക്കണ അവർ ഉറക്കമൊന്നും ഉണ്ടാകത്തില്ല. പ്രാർത്ഥന ഇങ്ങനെ അവർക്ക് വലിയ നേരിട്ട് ഇങ്ങോട്ട് റിട്ടേൺസ് ഇല്ലാത്ത എന്ത് ചെയ്താലും അവർ ടയേർഡാവും. അപ്പോഴപ്പോൾ റിട്ടേൺസ് ഇല്ലാത്ത, വരുമാനം ഇല്ലാത്ത എന്ത് ചെയ്താലും ടയേർഡാകും. ഇതാണ് നിൻ്റെ സ്വഭാവമെങ്കിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ നീ അത് മനസ്സിലാക്കണം. ഇതാണ് എൻ്റെ സ്വഭാവം, ഈ ഒരു സ്വഭാവം ഞാൻ ഉടമ്പടി കൊണ്ടുവരത്തില്ല, ഉടമ്പടി ഞാൻ കറക്റ്റായിട്ട് ചെയ്യും. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, എൻ്റെ പ്രകൃതികള് ഒരു മുന്നേറ്റത്തിന് വിലങ്ങുതടിയാണെങ്കിലും ഉടമ്പടിയിലെ വിശ്വസ്തത പാലിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ കൃപ ആർജിക്കുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ രക്തത്താൽ എന്റെ ആന്തരിക പ്രകൃതിയെ നീ കഴുകണമേ, എന്നെ ശക്തീകരിക്കണമേ, എന്നെ എല്ലാം പൂർത്തിയാക്കാൻ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അവസാനം ഈ മനുഷ്യൻ ജയിലിലാകുമ്പോഴും വീട്ടിലും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഇതിലും ഒരിക്കലും മൊബൈൽ ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ആ ഉടമ്പടിയുടെ പ്രോപ്പർട്ടീസ് എല്ലാം കൃത്യമായിട്ട് തന്നെ പാലിച്ചു പോവുകയാണ്. എന്നിട്ട് ഈ മനുഷ്യൻ പറയുന്നുണ്ട് കാര്യം, ആന്തരികമായൊരു ബോധ്യം കിട്ടുന്നുണ്ട്, അമ്മയാളെ രക്ഷിക്കും എന്ന് ഉറപ്പായിട്ട് അയാൾ വിശ്വസിക്കുന്നുണ്ട്. ഇത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഉടമ്പടി എടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് അതിനേക്കാൾ മോശമായ സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോകണമെന്ന് വിചാരിച്ചോ.
അപ്പോൾ ഞാൻ ഈ മുമ്പ് പറഞ്ഞ പോലെയുള്ള അയ്യോപാപിയായിട്ടുള്ള ആ ഫെയ്ത്ത് ഉള്ള വിശ്വാസമുള്ളവരാണെങ്കിൽ അവർ പിന്നെ ഉടമ്പടിയിൽ ഉഴപ്പുകയും പഴയത് പോലും ചെയ്യാതിരിക്കും. അയ്യോ, ഞാൻ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെയാണ് ചിലർക്ക് അബദ്ധം പറ്റണത്. പക്ഷേ ഡിക്സൺ അങ്ങനെയല്ല. അയാൾ സസ്പെൻഷനായിരുന്നപ്പോൾ ഉടമ്പടി എടുത്തത്. ഉടമ്പടി തിരിഞ്ഞപ്പോൾ അയാൾ ജയിലിലായി. പക്ഷേ അയാൾ വിട്ടുകൊടുക്കുന്ന പരിപാടിയില്ല. വിശ്വാസി ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല. വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. തകർച്ചകളിലേക്ക് തന്നെ ഒരിക്കലും വിശ്വാസി വിട്ടുകൊടുക്കത്തില്ല. ദൈവത്തിൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചുകൊണ്ടിരിക്കും. വിശ്വാസം കൊണ്ട്, സ്നേഹം കൊണ്ട്. നമുക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തോട് ചെയ്യുന്നതെല്ലാം നല്ല സ്നേഹത്തിലായിരിക്കും. ഇപ്പം നിങ്ങൾ ഉടമ്പടിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇല്ലേ? സാക്ഷ്യം കേൾക്കുമ്പോൾ പറയാൻ പറ്റും. ആൾക്കാരെല്ലാം പഴയതുപോലെ ഞങ്ങൾക്ക് നിങ്ങളെ അധികം ഉപദേശിക്കേണ്ടി ഒന്നും വരണില്ല. ആൾക്കാരെല്ലാം ഉടമ്പടി എടുക്കാൻ മുമ്പേ ഹോംവർക്ക് ചെയ്ത് വാട്ട് ഈസ് ദ കവനൻ്റ് ലൈഫ് അതെല്ലാം മനസ്സിലാക്കി എവനൻ്റെ എന്താ ഇപ്പം ഞാൻ കഴിഞ്ഞ ധ്യാനത്തിൽ പറഞ്ഞില്ലേ, ഉടമ്പടി എടുക്കും മുമ്പ് തന്നെ കുമ്പസാരിച്ചൊരുങ്ങി ഒക്കെയാണ് ആൾക്കാർ ഓൺലൈൻ ഉടമ്പടി പോലും എടുക്കണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ബേസിക്കായിട്ടാകണത്? നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് അടുക്കുക മാത്രമല്ല, ഒട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. സ്നേഹത്തിലേക്ക് അടുത്ത് വരാൻ പറ്റും. പക്ഷേ ദൈവത്തോടാണ് നീ അടുക്കണമെങ്കിൽ ഒട്ടാനുള്ള സാധ്യതയുണ്ട്. ബൈബിൾ എപ്പോഴും അങ്ങനെ ഒരു കോൾ ടു ഇൻറ്റിമസിയാണ്. അത് എപ്പോഴും ഇപ്പോൾ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോഴും അതിൻ്റെ മനസ്സിൽ അതിൻ്റെ അകത്തുള്ളൊരു ഒരു മനസ്സുണ്ട് ദൈവത്തിന്. എന്താണ്? ദൈവത്തോട് ഒട്ടാനും ഐക്യപ്പെടാനും. പരിശുദ്ധ കുർബാനയ്ക്ക് തന്നെ നമ്മൾ എന്താ വിളിക്കണത്? കമ്മ്യൂണിയൻ എന്നല്ലേ വിളിക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് എന്നർത്ഥമല്ലേ, കും. അതായത് അത് ലാറ്റിൻ പ്രത്യയമാണ് കും എന്നുവെച്ചാൽ വിത്ത് എന്നർത്ഥം. അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണം, അബൈഡിങ് കൂടെ വസിക്കാൻ. ഇപ്പോൾ ഉടമ്പടിയുടെ ഏറ്റവും വലിയ അനുകരണം, ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കുന്നത് വസ്തുനിഷ്ഠമായിട്ടുള്ള കുറച്ച് വിജയങ്ങൾക്കോ സൗഖ്യങ്ങൾക്കോ ആണ്. പക്ഷേ ദൈവം ഉടമ്പടി വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അത് മാത്രം. അത് ഇഫക്റ്റാണ്. നിങ്ങൾ പരീക്ഷ ജയിക്കുന്നു, അല്ലെങ്കിൽ ജോലിക്ക് പ്രൊമോഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ കേസ് ജയിക്കുന്നു, അതൊക്കെ ഇഫക്റ്റാണ്. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കോസ് അതല്ല. കോസ് എന്ന് പറഞ്ഞാൽ ദൈവികമായ അൾട്ടിമേറ്റ് ദൈവത്തിൻ്റെ ഉദ്ദേശം ദൈവസ്നേഹത്തോട് നിങ്ങൾ അബൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഇതാണ് കുറിഞ്ഞെന്ന് പറയണത്. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, കവനൻ്റെ കുറിഞ്ഞെന്ന് പറയും. ഇപ്പോൾ കതിനയ്ക്ക് ഒരു കുറിഞ്ഞുണ്ടല്ലേ, നമ്മൾ തീ എല്ലായിടത്തും തീ കത്തിച്ചാൽ കതിനെ പൊട്ടത്തില്ല. അതിൻ്റെ മരുന്നിരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് തീ വെച്ച് കൊടുക്കണം. ഉടമ്പടിയുടെ മരുന്നിരിക്കുന്നത് ദൈവസ്നേഹത്തിലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ, പത്രം കൊടുത്താലും ശരി, രോഗികളെ കാണാൻ പോയാലും ശരി, വസ്ത്രം കൊടുത്താലും ശരി, നിങ്ങൾ പറയണം, കർത്താവേ, നിന്നോട് സ്നേഹത്തിൽ ഒട്ടാനാണ് ഞാനിതൊക്കെ ചെയ്യണത്. ഒന്ന് പറഞ്ഞേ, കർത്താവേ, ഞാൻ ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം പ്രയോഗതലത്തിലെ നിർവഹിക്കുന്നത് സാങ്കേതികമായ നിബന്ധന നിറവേറ്റൽ അല്ല കർത്താവേ, മറിച്ച് അങ്ങയോടുള്ള സ്നേഹത്തിൽ എന്റെ ജന്മത്തെ ഒട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വാഗ്ദാനങ്ങളിലെ ഏറ്റവും വലുതാണല്ലോ നിങ്ങൾ എന്നിൽ വസിക്കുവേൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. നിങ്ങൾ എന്നിൽ വസിച്ചു കഴിയുമ്പോൾ യോഹന്നാൻ 15:7 അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാം, നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തത് പാലിക്കപ്പെടുവാൻ അങ്ങേ സ്നേഹത്തിൽ ഒട്ടിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാൻ 15:7 യോഹന്നാൻ 15:7 നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഇതാണ് പ്രശ്നം.
ഇതിൻ്റെ സെക്കൻഡ് പ്രമിസിലാണ് ഇഷ്ടമുള്ള ചോദിക്കാൻ പറയണത്. ഫസ്റ്റ് പ്രമിസ് എന്താണ്? നിങ്ങൾ ഫസ്റ്റ് അതിൻ്റെ നിങ്ങൾ എന്നിൽ വസിക്കുകയും പറഞ്ഞേ, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ, എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ. അപ്പോൾ രണ്ട് കാര്യം നമ്മൾ ഉടമ്പടിയിലൂടെ ചെയ്യണം. ഒന്നെന്താണ്? ഒന്ന് കർത്താവിൽ വസിക്കണം. അതെങ്ങനെയാണ്? നമ്മുടെ ഇൻറ്റൻഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ നിയോഗങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന നിബന്ധനകളെല്ലാം പ്രേക്ഷിത പ്രവർത്തനങ്ങളാകാം, ആതുര ശുശ്രൂഷകളാകാം, ജീവകാരുണ്യ പ്രവർത്തികളാകാം. അതൊക്കെ കർത്താവിൻ്റെ സ്നേഹത്തിലെ അതിൻ്റെ പേരിലാണ് നിയോഗം വെക്കേണ്ടത്. മനസ്സിലായോ? നിങ്ങളുടെ കാര്യം നിറവേറാനല്ല നിയോഗം വെക്കേണ്ടത്. ഞാൻ ഞാൻ ഇടയ്ക്ക് കളിയാക്കി പറയുന്നത് നിങ്ങൾ കുറച്ച് രോഗികളൊക്കെ കണ്ടെച്ച് ഓടി വന്ന് കമ്പ്യൂട്ടർ നോക്കും, ഓഫർ ലെറ്റർ വന്നാന്ന്. ദാറ്റ് മീൻസ് നിങ്ങൾ നിയോഗം വെച്ചിരിക്കേണ്ടത് ഓഫർ ലെറ്ററിനാണ്. ദാറ്റ് ഇസ് റോങ്. പിന്നീട് അത് റോസ്. അപ്പം ദൈവത്തിന് അറിയാൻ പറ്റും എന്താണ് നിങ്ങൾ ദൈവത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, നിങ്ങളുടെ ഓഫർ ലെറ്ററിനാണ്. അപ്പോൾ അത് വർക്കൗട്ട് ചെയ്തില്ല. അപ്പോൾ 0 ഇൻകമാണല്ലോ ലഭിക്കുന്നത്. അത് ചെയ്യരുത്. അങ്ങനെ മറിച്ച് നിങ്ങളൊരു നിബന്ധന നിറവേറ്റുകയാണ്. ഒരു രോഗിയെ കാണാൻ ചിലപ്പോൾ വണ്ടി കിട്ടത്തില്ല, വണ്ടി കാത്തു നിൽക്കിയിരിക്കും. കണ്ടു, ഞാനൊരു സാക്ഷ്യം കേട്ടിട്ടുണ്ട്. അയാൾ ബാങ്ക് മാനേജറാണ്. ഇൻ്റർനാഷണൽ US ബാങ്കിൻ്റെ സെക്യൂരിറ്റി കോഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ കോഡ് ഗവൺമെൻറ് മാറ്റി. ആ പുതിയ കോഡ് കുറച്ച് സോഫ്റ്റ്വെയർ കുറച്ച് കോംപ്ലിക്കേഷനാണ്. അതിന് അവർക്ക് 6 പേരെ മതി, കോൺഫിഡൻഷ്യലായിട്ടുള്ള 6 പേരെ മതി. ഇയാൾ ഇന്ത്യക്കാരനാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സംശയമാണ്. അയാൾക്ക് അവിടെ ജോലി ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ അയാളെ സെക്യൂരിറ്റി കോഡിലേക്ക് മാറ്റാൻ സംശയമാണ്. ഒരു നല്ല എക്സാം ഇട്ട് കൊടുത്തു. ആ എക്സാം ആണ് അയാൾ എഴുതുന്നത്. എഴുതുമ്പോൾ അയാൾ പെട്ടെന്ന് കറണ്ട് പോയി, കമ്പ്യൂട്ടർ ഓഫായപ്പോൾ ഞാൻ ഓർക്കണേ ആ മനുഷ്യൻ നിന്ന് സാക്ഷ്യം പറയണത്. അയാൾ പറഞ്ഞ കമ്പ്യൂട്ടർ ഓഫായി. അപ്പോൾ ഞാൻ ഇരുന്ന് ജവമാല ചെല്ലിയെന്ന്. കറണ്ട് പോയി, അത് ഞാൻ എന്ത് ചെയ്യാനാ? അത് കർത്താവിൻ്റെ കാര്യമല്ലേ? ഈ ജോലി കർത്താവ് എനിക്ക് തരാൻ ഉദ്ദേശിച്ചാൽ കറണ്ട് പോയാലെന്ത്, വന്നാലെന്ത്? ദാറ്റ് ഡസൻറ്റ് മേക്ക് എനിക്ക്. അപ്പം ഞാൻ അപ്പോഴും എൻ്റെ ജീവിതത്തിൽ നിങ്ങളാണെങ്കിൽ ഈശോ എന്ന് പറഞ്ഞ് കൈയും കുടഞ്ഞ് വിരൽ ഓടിച്ചുകൊണ്ടിരിക്കും. അതാണ് പ്രശ്നം. ഇതൊരു ബിഹേവിയർ പ്രോബ്ലമാണ്. വിശ്വാസവും പെരുമാറ്റവും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ കറണ്ട് പോയില്ല, വിശപ്പ് വരും, ടവലും കണ്ടില്ല, അയ്യോ കറി എടുക്കാൻ മറന്നു, ആ തിരുത്തിക്ക് ഇങ്ങോട്ട് പോകുന്നപ്പോൾ അത് എടുത്ത് മേശപ്പുറത്ത് വെച്ചതാണ്. അപ്പോൾ ടവൽ എന്താ കറണ്ട് പോയപ്പോൾ വേർക്കത്തില്ലേ? അപ്പോൾ ടവലിനെ കുറിച്ചാണ് പറയണതേ. അതാ വിഷയം. ഈ ആളെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും ദൈവത്തിന്? അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഒരു കാഷ്വാലിറ്റി സംഭവിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവസ്നേഹം കയറണം. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് ദൈവമേ, എൻ്റെ പെരുമാറ്റങ്ങളെ അങ്ങയുടെ സ്നേഹത്തിന് അപേക്ഷണീയമായി പുനർക്രമീകരിച്ചുകൊണ്ട് കുരിശിനെ കൃപയാക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ആളിൻ്റെ അടുത്ത് കൊണ്ട് തല വെച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ നിശ്വാസം വരെ കൗണ്ട് ചെയ്യും. നെഗറ്റീവ് ആണെങ്കിലേ അതാ പറഞ്ഞിരിക്കണം. അതൊക്കെ 119 സംഗീതം 139:1 പറഞ്ഞ്, കർത്താവേ അവിടുന്ന് തന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു. ഞാൻ എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. നീ നെഗറ്റീവ് ആയിട്ട് നാളെ പോയി കാണാമായിരിക്കും, ഇന്ന് വണ്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നാളെ ഒത്തെങ്കിൽ പോകാമെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ ആ സാധനം റെക്കോർഡായിപ്പോവും. ഉടനെ അത് കൗണ്ടഡായിപ്പോവും. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും അന്തരംഗത്തെ വിശുദ്ധ രക്തത്തെ കഴുകേണ്ടി വരും. അന്തരംഗമില്ലേ? ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ എൻ്റെ അന്തരംഗത്തെ അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. അന്തരംഗം കഴുകപ്പെടേണ്ട കാര്യം നമ്മളെ ഈ കുരങ്ങ് കളിപ്പിക്കുന്ന അന്തരംഗമാണ്. നമ്മളീ പറയണ സാധനമല്ല, ആദ്യം അന്തരംഗത്തിലാണ് ആ സാധനം വരുന്നത്. അതുകൊണ്ട് അന്തരംഗത്തിൽ മരുന്ന് ഔഷധം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം മാത്രമേ ഉള്ളൂ. അതാണ് 1 യോഹന്നാൻ
1:7. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. 1 യോഹന്നാൻ 1:7. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. 1 യോഹന്നാൻ 1:7. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇത് അങ്ങനെ അന്തരംഗത്തിൽ കറ വന്നാൽ ഒറ്റ മാർഗമേ ഉള്ളൂ. എന്താണ്? കർത്താവിൻ്റെ വിശുദ്ധ രക്തത്താൽ എൻ്റെ ആത്മാവിനെ കഴുകണമെന്ന് പ്രാർത്ഥിക്കണം. അതൊരു സ്വപ്നം കണ്ടാൽ പോലും പ്രാർത്ഥിക്കണം. മനുഷ്യന്മാർ സ്വപ്നം കാണത്തില്ലേ? മനുഷ്യന്മാർ സ്വപ്നം കാണുമ്പോൾ ഇപ്പോൾ മോറൽ എത്തിക്സിൻ്റെ അതെന്താ? ഹ്യൂമൻ ആക്ട് ഉണ്ട്, ആക്ട് ഓഫ് മാൻ ഉണ്ട്. ഹ്യൂമൻ ആക്ട് സ്വപ്നം ഏത് വെറൈറ്റി പെടുന്നതാണ്? ഹ്യൂമൻ ആക്റ്റാണ്. നമുക്കതിനകത്ത് കൺട്രോളില്ല. ആക്ട് ഓഫ് മാൻ ആണെങ്കിൽ ഇപ്പം നമ്മൾ വെറുതെ തുമ്മിപ്പോയി, അതെന്താണ്? ഹ്യൂമൻ ആക്റ്റാണ്. ഇറിറ്റേഷനാണ് ബുദ്ധി. പക്ഷെ നമ്മളൊരു സംഭവം ഒരാളെ കരുവൊക്കെ അടിക്കുകയാണെങ്കിൽ അത് ആക്ട് ഓഫ് മാനാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്യണതാണ്, അല്ലേ? അത് കൾപ്രിട്ടാകും ഉടനെ. പക്ഷെ സ്വപ്നത്തിൽ വരുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വപ്നം നമ്മളെ വിശുദ്ധീകരിക്കാൻ ഏറ്റവും നല്ലൊരു സ്വപ്നമാണ്. നമ്മൾ ആരാണെന്ന് പറയണത് സ്വപ്നമായിരിക്കും. നമ്മൾ ആരാണെന്ന് പറയണത് സ്വപ്നമാണ്. നമ്മുടെ അന്തരംഗം സബ് കോൺഷ്യസ് എങ്ങനെ വർക്ക് ചെയ്യുന്നോ, അവിടെ ദൈവത്തിന് വല്ല സ്ഥാനമുണ്ടോ എന്നൊക്കെ പറയണത് സ്വപ്നമാണ്. നമ്മൾ കാര്യം നമ്മൾ സൂപ്പർ കോൺഷ്യസ് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്തായിരിക്കുമല്ലോ ഇപ്പം നീഡ് കയറി വരണത്, അല്ലേ? അതോ ബോധത്തിൽ നിന്ന് വരും. അതോ ബോധത്തിൽ നിന്ന് ഈ സ്വപ്നം വരത്തില്ലേ? അപ്പം അതോ ബോധത്തിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ അകത്ത് കർത്താവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ എന്തെങ്കിലും ബിംബങ്ങൾ, ചെയ്വനകൾ ഉണ്ടെങ്കിൽ എന്തു ചെയ്യും നമ്മൾ? കർത്താവിൻ്റെ അപ്പോൾ നമ്മൾ അന്തരംഗം അവിശുദ്ധമായിട്ടല്ലേ ആ സ്വപ്നം വരണത്. എപ്പോൾ ശരീരത്തിൻ്റെ പ്രവണതകളുണ്ടാവും, നീ അത് അമിത പ്രാധാന്യം കൊടുത്തിട്ടാണ്. ശരീരത്തിൻ്റെ പ്രവണതകൾക്ക് നീ അമിത പ്രാധാന്യം കൊടുക്കുമ്പോൾ എങ്ങനെ കഴിയും? ഇപ്പോൾ സെക്സ് വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രവണതകൾക്ക് അമിത പ്രാധാന്യം. അപ്പോൾ അവർക്ക് അതുപോലെയുള്ള ആ വെറൈറ്റിയിലുള്ള സ്വപ്നങ്ങൾക്ക് വരും. അപ്പോൾ എന്താ ചെയ്യണതെന്താണ്? അവിടെ എന്താ വെച്ചാൽ നമ്മളതിൻ്റെ അകത്ത് വളമിട്ട് കൊടുക്കുമ്പോൾ അത് വേറൊരു വിഷയം. അപ്പോൾ എന്താ ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ദൈവികമായ വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് ദൈവത്തിന് തോന്നിയാൽ പിന്നെ ദൈവം നിങ്ങൾ ആ അവിശുദ്ധ വഴികളിലൂടെ വിടത്തില്ല. അത് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. നിങ്ങൾക്ക് തോന്നിയതൊക്കെ ഉട്ടോപ്യനാണെന്ന് അല്ല. ഞാനതിനെക്കുറിച്ച് കൂടുതൽ വ്യാഖ്യാനിക്കാൻ ഉദ്ദേശിക്കണില്ല. ഉട്ടോപ്യനല്ല, ഇറ്റ് ഈസ് വെരി പ്രാക്ടിക്കൽ. നിങ്ങൾ ആ വഴിക്ക് വിടത്തില്ല ദൈവം. അപ്പം നിങ്ങൾ ഇൻ കേസ് ദൈവത്തെ നിരക്കാത്തൊരു സ്വപ്നം കണ്ടോ എന്ന് വിചാരിച്ചോ, അപ്പോൾ നിങ്ങൾ ഒരാളെ കൊല്ലണ സ്വപ്നം കണ്ടു, നിങ്ങൾ ശത്രുവായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ശത്രുവായിരിക്കാം. അല്ലെങ്കിൽ വേറെ നിൻ്റെ ശത്രുവിനെ കൊല്ലാൻ പോണു, നീ പിടിച്ച് മാറ്റാൻ ഉദ്ദേശിക്കണില്ല, അതായിരിക്കും കണ്ടത്. അപ്പോൾ അയാളുടെ മരണത്തിൽ ഞാനല്ല കൊല്ലണം, നാട്ടുകാരല്ല കൊല്ലണം, ഞാനെന്ത് ചെയ്യാനാണ്? അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിനക്ക് അറിയാം അവൻ ചത്താൽ നമുക്ക് നല്ലതാണെന്ന്. മനസ്സിലായില്ല? അപ്പോൾ നിൻ്റെ അന്തരംഗം വിശുദ്ധമല്ല. ഈ വിശുദ്ധമല്ലാത്ത അന്തരംഗത്തിൽ ദൈവത്തിന് വസിക്കുന്നതിന് പരിമിതികളുണ്ട്. അപ്പം നീ എന്താ ചെയ്യേണ്ടത്? എൻ്റെ അന്തരംഗത്തെ വിശുദ്ധീകരിക്കണേ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കും? മനസ്താപരണം ചൊല്ലി പ്രാർത്ഥിക്കണം. മനസ്താപരണമാണ് ഏറ്റവും ടോപ്പ്. അതിനെ അന്തരംഗം വിശുദ്ധീകരിക്കാൻ നമ്മൾ ഈ ആന്തരിക സൗഖ്യത്തെക്കാൾ ടോപ്പ് മനസ്താപരണമാണ്. എന്താ കാര്യം? അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളുണ്ട്. എന്താ പറയണത്? എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാത്തിനുപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമായ അങ്ങയ്ക്കെതിരെ പാപം ചെയ്തവനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഈ 1 യോഹന്നാൻ 1:5 1:7 കയറ്റി വിടണം. കർത്താവേ, നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ എൻ്റെ അന്തരംഗത്തെ കഴുകണമേ. അപ്പോഴേ ദൈവത്തെ മനസ്സിലാകും. കാര്യം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്താ ഇങ്ങനെ പറയണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാമല്ലോ ഇന്ന് ഈ ആഴ്ച വിശുദ്ധ വാരമാണ്, അല്ലേ? പാപം എന്ന് പറഞ്ഞൊരു വിഷയമില്ലായിരുന്നെങ്കിൽ വിശുദ്ധ വാരം ഉണ്ടാകത്തില്ല. ദൈവം എന്തുമാത്രം സീരിയസ് ആയിട്ട് തൻ്റെ പുത്രനെ പോലും നൽകാൻ തക്ക വിധം പാപത്തെ അഡ്രസ്സ് ചെയ്യണ കണ്ടില്ലേ? അപ്പോൾ ദൈവം പരമവിശുദ്ധനായത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ എടുക്കുന്ന വേർഡ് ഓഫ് ഗോഡാണ്. എടുത്ത മോളെ ലേവ്യ പുസ്തകം, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കുക.
ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിശുദ്ധരായിരിക്കുവിൻ. എന്തെന്നാൽ കർത്താവായ ഞാൻ പരിശുദ്ധനാണ്. നിങ്ങൾ എനിക്ക് സ്വന്തമാകേണ്ടതിന് ഞാൻ നിങ്ങളെ മറ്റു ജനങ്ങളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. നമ്മൾക്ക് മറ്റു ജനങ്ങളിൽ നിന്ന് വേർതിരിക്കാനും ദൈവത്തിന് നമ്മൾ സ്വന്തമാകാനുള്ള എളുപ്പ വഴിയാണ് വിശുദ്ധി എന്ന് പറയുന്നത്. വിശുദ്ധി, നമ്മൾ വിശുദ്ധിയെ സ്നേഹിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കർത്താവിൻ്റെ പീഡാനുഭവത്തോട് ഐക്യദാർഢ്യം പുലർത്തുകയാണ്. ഈ ഗോട്ട് ദ പോയിന്റ്. നീ കുരിശിൻ്റെ വഴി നടത്താൻ നല്ല വിഷയം. കുരിശിൻ്റെ വഴി ആർക്ക് വേണമെങ്കിലും നടത്താൻ പറ്റും. പക്ഷേ നമ്മൾ വിശുദ്ധിയെ സ്നേഹിക്കുമ്പോൾ നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി അവൻ്റെ വിശുദ്ധമായ രക്തം ചിന്തിയവനാണ്. അപ്പോൾ അവൻ്റെ പീഡാനുഭവത്തിൽ നമ്മുടെ ഐക്യദാർഢ്യം പുലർത്തുന്നു. നമ്മൾ കർത്താവേ, ഐ അക്സെപ്റ്റ് ദാറ്റ് മൈ ലോർഡ്, യു ഷെഡ് യുവർ ബ്ലഡ് ഫോർ മൈ റിഡംഷൻ. നീ എൻ്റെ വിശുദ്ധിക്ക് വേണ്ടിയും വീണ്ടെടുപ്പിന് വേണ്ടിയാണ് വിശുദ്ധ രക്തം ചിന്തിയെന്ന് നിന്റെ മരണത്തെ ഞാൻ പ്രഖ്യാപിക്കുന്നു. പറഞ്ഞേ, കർത്താവേ, നിന്റെ മരണത്തെ ഞാൻ പ്രഖ്യാപിക്കുന്നു. വിശുദ്ധിയെ ഒരു മൂല്യമായി പരിഗണിച്ചുകൊണ്ട് എന്നെ വിശുദ്ധീകരിക്കാനുള്ള രക്തം ചിന്തയുള്ള മരണത്തെ ഞാൻ അംഗീകരിക്കുകയും എന്റെ പീഡാനുഭവത്തോടെ ഞാൻ ഐക്യദാർഢ്യം പുലർത്തുകയും ചെയ്യുന്നു. വിശുദ്ധിയോടെ വ്യാപരിക്കുവാൻ ഈശോയെ കൃപയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുരിശിനോട് ഐക്യപ്പെടാനും കർത്താവിൻ്റെ കുരിശുമരണത്തോട് ഐക്യദാർഢ്യം പുലർത്താനും വേണ്ടിയാണ് ഞാൻ വിശുദ്ധീകരിക്കുകയും ഇപ്പോൾ കത്തോലിക്കരാണെങ്കിൽ കുമ്പസാരിക്കുന്ന ദിവസങ്ങളാണിത്. ഇപ്പം ചിലരാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ തിരക്കാണ്. അതുകൊണ്ട് കുറച്ച് നേരം നോക്കി നിന്നും പോരും. നിങ്ങൾ നോക്കി നിന്നും ആൾത്താറിൽ നിന്ന് ഇപ്പം നിങ്ങൾ കുമ്പസാരിക്ക് കഴിഞ്ഞപ്പോൾ അവിടെ തിരക്കാണ്. നിങ്ങൾ നോക്കി നിന്നിട്ട് പോരേണ്ടി വന്നാൽ സ്വർഗത്തിൻ്റെ വാതിക്കൽ പോയി നിങ്ങൾ നോക്കി നിന്നിട്ട് നരകത്തിലേക്ക് ഒരു കാലത്ത് നടക്കേണ്ടി വരും. കാര്യം നിങ്ങൾ ഭൂമിയിൽ അതാ ചെയ്തിരിക്കണത്. ഇത്രയും വ്യക്തമായിട്ട് കർത്താവ് നിങ്ങളെ പറഞ്ഞിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിട്ടും നിങ്ങൾക്കതൊരു ഫീൽ കിട്ടണില്ലല്ലോ. അത്ര നിസ്സാര കാര്യമല്ല. നിങ്ങൾക്കൊരു പശ്ചാത്താപത്തിൻ്റെ ഫീല് കിട്ടണില്ല എങ്കിൽ നിങ്ങൾ ഒത്തിരിയേറെ കഠിനമായി പോയെന്നതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. കാര്യം ഉടമ്പടിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, ഞാൻ എന്തിനാണ് വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കണത്? എൻ്റെ മനസ്സിൽ ഈശോ തന്നതുകൊണ്ട് സംസാരിക്കുക. ഞാൻ വിശുദ്ധിയെക്കുറിച്ച് ക്ലാസ് എടുക്കാമെന്ന് വന്ന ആളല്ല. ഞാൻ സംസാരിക്കാൻ വന്നത് എബൈഡിങ്ങിനെ കുറിച്ചാണ്. കവനൻ്റെ ഏറ്റവും വലിയ ഒരു നമുക്ക് നിങ്ങൾ വിചാരിക്കും നോട്ട് ബൈ മെറിറ്റാണ് ഏറ്റവും വലുതെന്ന് ഉടമ്പടിയിൽ. കാര്യം നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. നിങ്ങൾ വിചാരിക്കും ടൈം ഷോർട്ടണിങ് ആണ് ഏറ്റവും വലുതെന്ന്, സമയച്ചുരുക്കമെന്ന്. നിങ്ങൾ വിചാരിക്കും ഉടമ്പടിയുടെ ഏറ്റവും വലിയ ദൈവാനുഭവം എന്ന് പറയുന്നത് ഭാരലഘിതമാണെന്ന്. ഇതൊന്നുമില്ല, പ്രസൻസാണ്. പ്രസൻസ്. ഇപ്പം ഡിക്സൺ എന്താ പറയുന്നറിയാവോ? ഡിക്സൺ പറയുന്നത്, ഞങ്ങൾ ജയിലിലിട്ടില്ലേ, എന്നിട്ട് ഞാൻ കവനറ്റിൽ നിന്ന് പോയില്ല, ഞങ്ങൾ ജയിലിലിട്ടു, എൻ്റെ വീട്ടിൽ കടമായി, എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ കാശില്ല, അവർ പട്ടിണിയാകാൻ പോവാണ്, എന്നിട്ട് ഞാൻ ദൈവത്തിൽ നിന്ന് പോകുന്നില്ല, ഞാൻ ആ കവനറ്റിൽ തന്നെ നിന്നു. രാത്രി 1 മണിയായപ്പോൾ അവിടെ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായി, ഞങ്ങൾ 7 പേരെയും ജയിലിൽ നിന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി. അപ്പം ജയിൽ വാർഡൻ ഇവരൊക്കെ മുമ്പ് വാപൊളിക്കുകയാണ്. കാര്യം ഇന്ന് വരെ 5 മണിക്ക് ശേഷം ആ ജയിൽ തുറന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. 5 മണിക്ക് മുമ്പ് ജയിലടച്ച് വൈകുന്നേരം 5 മണിക്ക് ജയിലടച്ചാൽ പിന്നെ തുറക്കത്തില്ല. രാവിലെ 6 മണിക്കേ തുറക്കത്തുള്ളൂ. ആദ്യമായിട്ട് അവരുടെ ജീവിതത്തിൽ ജയിൽ തുറക്കണത്. അപ്പോൾ ഡിസംബറിന് അമ്മ വന്ന് ഞങ്ങൾ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നു. കൈ ഇട്ടിച്ച് കർത്താവിനെ ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. 18
കർത്താവ് അരുൾ ചെയ്യുന്നു. യാക്കോബിന്റെ കൂടാരങ്ങളുടെ ഭാഗധേയം ഞാൻ പുനഃസ്ഥാപിക്കും. അവരുടെ വാസസ്ഥലങ്ങളോട് ഞാൻ കാരുണ്യം പ്രകടിപ്പിക്കും. ഇതെല്ലാം റീസ്റ്റോറിംഗ് ആണ്. കവനന്റിന്റെ ഒരു വാഗ്ദാനത്തിൽ ഇപ്പോൾ 8810 വാഗ്ദാനം എന്ന് പറഞ്ഞില്ലേ, ദൈവത്തിൻ്റെ വാഗ്ദാനം എത്രയാണ്? 8810 ഒന്ന് സാധനം റീസ്റ്റോറിങ്. അത് എന്ത് നഷ്ടപ്പെട്ടാലും അത് റീസ്റ്റോർ ചെയ്ത് കൊടുക്കും. എന്താ റീസ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം അറിയാമോ? ഇതിന് ഇവർ കേസ് പുറത്തായല്ലോ, ജയിലിൽ നിന്ന് പുറത്തായല്ല. ജയിലിൽ നിന്ന് പുറത്തായ ശേഷം കോടതി പോയി കേസ് വാദിച്ചു. കേസ് ജയിച്ചു. 3 കൊല്ലത്തെ കേസാണ്. കേസ് ജയിച്ചു. പക്ഷേ എന്താ ചെയ്തിരിക്കണത്? ആ 3 കൊല്ലത്തെ മുഴുവനും അരിയ ശമ്പളം ഒരുമിച്ച് കിട്ടി. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. റീസ്റ്റോർ ചെയ്യുന്ന അവിടുത്തെ കാരുണ്യത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഡിക്സന്റെ മുഴുവൻ പണം ഒരുമിച്ച് കിട്ടിയതല്ല സന്തോഷം. ഈ ഉടമ്പടി കാലത്ത് ഇത്രയും ക്ലേശം, ആദ്യം കള്ളനാണെന്ന് മുദ്രകുത്തി, പിന്നെ സസ്പെൻഷനിൽ വിധേയമായി, പിന്നെ ജോലി നഷ്ടപ്പെട്ടു, പിന്നെ ജയിലിലായി, പിന്നെ കേസിലായി. പക്ഷേ ഇത്രയും കാലത്ത് ഈ മനുഷ്യൻ ഇപ്പം ഇതെല്ലാം തിരിച്ചു വരികയാണ്. മുരിച്ച് എല്ലാം തിരിച്ചു വരികയാണ്. ജെറമിയ 30:17 അനുസരിച്ച് കൊണ്ട് എല്ലാം റീസ്റ്റോർ ചെയ്യുകയാണ്. പക്ഷേ അതല്ല, ഇദ്ദേഹം നേടാത്തൊരു സംഭവം നേടി. എന്താണ്? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിശ്വസ്തനായ ദാസൻ എന്ന് മുദ്രകുത്തി. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. എന്ന് പറയണത് വിശ്വസ്തനായി കഴിഞ്ഞാൽ ദൈവം വിളിക്കുന്നൊരു പേരാണ് ദാസൻ. ഇപ്പം അമ്മയെ പറഞ്ഞത്, ഞാൻ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞില്ലേ. ദൈവം അങ്ങനെ ഇങ്ങനെ ആരും കയറി ദാസൻ ദാസി എന്ന് വിളിക്കത്തില്ല. മക്കളെയൊക്കെ ഒന്ന് വിളിക്കും, മകളെന്നൊക്കെ വിളിക്കും, മകനെന്നൊക്കെ വിളിക്കും, വലിയ കഥയൊന്നുമില്ല. പക്ഷെ ദാസനെന്ന് വിളിക്കണമെങ്കിൽ അത് വേറെ റാങ്കാണ്. നമ്മൾ IT പഠിക്കണ പോലെ IT എന്നൊക്കെ പറഞ്ഞാൽ മക്കളെന്ന് വിളിക്കണവരിക്കും. IAS വേറെയല്ലേ, IAM റാങ്ക് വ്യത്യാസം ഉണ്ടായി. ദാസൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തതയിലേക്ക് പോയാൽ മാത്രമേ ദാസനാകത്തുള്ളൂ. ഈ വിശ്വസ്തതയും ദാസനും അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പുണ്ടാകും. ഇപ്പം 12:18 കൃപ ഇങ്ങനെ വരണത്. ഇനി ഡിക്സന് കൃപ കിട്ടാൻ എളുപ്പമാണ്. ഇപ്പം അനുഗ്രഹം കിട്ടണമല്ല, ആ മനുഷ്യൻ കൃപയിലേക്കാണ് വരാൻ പോണത്. അനുഗ്രഹം ഫിസിക്കൽ ഫേവേഴ്സാണ്, യൂസ് ആൻഡ് ത്രോ. ആ കാശ് കിട്ടിയത് മുഴുവനും വേണമെങ്കിൽ മക്കൾ തോന്നിവാസികളാണെങ്കിൽ ആ കാശിലെ നശിപ്പിക്കും. അതല്ല, അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷിച്ചില്ല, അല്ലെങ്കിൽ ചില സമയത്ത് വെറുതെ ഈ പെട്രോൾ വെറുതെ ഇരുന്ന് ആവിയാകണ ഒരു ആവിയായി പോണത് അവസാനം ഫേവേഴ്സാണ്. അനുഗ്രഹങ്ങളുടെ ഒരു പ്രശ്നം അതാണ്. കാര്യം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടി. ഇന്ന് നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി OET പാസ്സാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കുകയാണ്. പക്ഷേ നിങ്ങൾ അവിടെ ഇംഗ്ലണ്ടിൽ ചെന്ന ശേഷം വേറൊരു പരീക്ഷയില്ലേ. അപ്പം ഇവിടെ എത്തുമ്പോൾ OET ആയിരിക്കും. പക്ഷേ ഓവർസീസിൽ ചെന്ന് കഴിയുമ്പോൾ വേറെ പരീക്ഷയായിരിക്കും നിങ്ങളെ ടെൻഷൻ എടുപ്പിക്കണം. അപ്പോൾ ഓരോരോ കാലത്ത് അനുഗ്രഹം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ വിഷയം ഇപ്പം ഇന്നും ആവശ്യമുള്ളതായിരിക്കത്തില്ല, നാളെ ആവശ്യമുള്ളത്. പക്ഷേ എന്നും ആവശ്യമുള്ള സാധനമുണ്ട്, കൃപയാണ്. അതാണ് വിഷയം. ഇതെല്ലാം നമ്മൾ എന്നും ആവശ്യമുള്ള സംഭവമാണ് കൃപ. കൃപ ആർജിക്കുമ്പോഴാണ് ടൈം ഷോർട്ടനിങ് നടക്കുന്നത്, നോട്ട് ബൈ മേട്ട് നടക്കുന്നത്. അതുപോലെ തന്നെ ഭാരലഘുത്വം, ഹെവി ആയിട്ടുള്ള സബ്ജക്റ്റൊക്കെ. ഇപ്പം തന്നെ ഡിക്സൻ്റെത് ഹെവി ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ലേ. അത് മോശമാകാൻ പോകണമെങ്കിൽ ഡെഡ് ബോഡി പാർസൽ ചെയ്യേണ്ടി വരും അവിടെ നിന്ന് ഇങ്ങോട്ട്. കാര്യം കാശും പോയി, ജയിലുമായി, ജോലിയുമില്ല, വേലയുമില്ല, കൂലിയുമില്ല, നാട്ടിൽ വന്നാലും കടമാണ്, പിന്നെ വരാതെയാവും, എന്തെല്ലാം തകർച്ചയിലേക്ക് പോകേണ്ട സംഭവമാണ്. അപ്പോൾ പക്ഷേ അത് എല്ലാം റീസ്റ്റോർ ചെയ്ത് കൊടുത്തു. പക്ഷേ റീസ്റ്റോറിങ്ങിൻ്റെ കാലത്തെല്ലാം പുള്ളി വളരെ വിശുദ്ധിയോടുകൂടിയും വിശ്വസ്തയോടുകൂടിയും ദൈവതിരുസന്നിധിയിൽ ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ മനസാക്ഷിക്കൊരു പോറലേൽപ്പിക്കാത്ത രീതിയിൽ അമ്മയുടെയൊക്കെ ഒരു വിജയം അതല്ലേ. ഏത് ചാണാക്കുഴി കൊണ്ട് പ്രസവിക്കാൻ ഇട്ട് കൊടുത്താലും പ്രസവിച്ചിട്ട് ഹൃദയത്തിൽ സംഗ്രഹിക്കും, മിണ്ടത്തില്ല. ഞാൻ എപ്പോഴും ഓർക്കുക, യേശു പറയുന്ന പല വാക്കുകളും അമ്മയ്ക്ക് പരീക്ഷണങ്ങളായിരുന്നു.
യേശു പറഞ്ഞ പല വാക്കുകളും അമ്മയുടെ വിശുദ്ധിയെ പരീക്ഷിച്ചതായിരുന്നു. പിതാവ് യേശുവിനെ പരീക്ഷിച്ചു, യേശു അമ്മയെ പരീക്ഷിച്ചു എന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം എന്നറിയാവോ? ഇപ്പോൾ അമ്മ എനിക്കും നിനക്കും എന്താ, എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലല്ലോ, ഇല്ലേ? ആ സമയത്ത് വേണമെങ്കിൽ എനിക്കും നിനക്കും എന്ത് എന്നുള്ള കാര്യം ഒഴിവാക്കാൻ വരുന്ന യേശുവിനെ ഒഴിവാക്കില്ല. യേശു അപ്പൻ്റെ സ്വഭാവമാണ്. ഈശോ അപ്പൻ്റെ സ്വഭാവമാണ്. അപ്പൻ എപ്പോഴും ഈ കുരിശ് വെച്ച് മാത്രമേ കൃപ കൊടുക്കത്തുള്ളൂ. അത് പേയ്മെൻ്റാണെല്ലാം. അതുകൊണ്ട് ബൈബിൾ പറയണം, നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടതാണ്. ടേസ്റ്റ് ദ ബ്രെഡ് ഓഫ് ഗോഡ്, വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ